നെയ്യാറ്റിൻകരയിൽ തീ കൊളുത്തി മരിച്ച വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്നതോടെ DCC ജനറൽ സെക്രട്ടറിയും കൗൺസിലറുമായ ജോസ് ഫ്രാങ്കിളിനെതിരെ ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ്. വായ്പ വാഗ്ദാനം ചെയ്ത് ജോസ് ഫ്രാങ്ക്ലിൻ തന്റെ ഓഫീസിലേക്ക് യുവതിയെ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചതായും തുടർന്നും കടയിലെത്തി ശല്യപ്പെടുത്തിയതായും വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ 8-ാം തീയതിയാണ് നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആദ്യം അപകടമരണമായി കരുതിയ സംഭവം ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചതോടെയാണ് വഴിമാറിയത്. ജോസ് ഫ്രാങ്കിളിന് വഴങ്ങിക്കൊടുക്കാതെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടമ്മ വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവില്ലാത്ത സ്ത്രീയോട് ഇങ്ങനെ ചെയ്യാമോ? അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നും കുറിപ്പിലുണ്ട്. വൃത്തികെട്ട് ജീവിക്കേണ്ട, അതുകൊണ്ട് മരിക്കുന്നു എന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇയാളുടെ ലൈംഗിക അതിക്രമങ്ങൾ കാരണം ജീവിക്കാൻ കഴിയില്ലെന്നും സഹായം തേടിയെത്തുന്നവരെ ഇയാൾ ചൂഷണം ചെയ്യുകയാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. മോനെ, ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ജോസ് ഫ്രാങ്ക്ലിൻ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. ഞാൻ അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന്, കടം തീർക്കാൻ ഒരു സബ്സിഡി ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് ബില്ലുകൾ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ബില്ല് കൊടുക്കാൻ ഓഫീസിൽ പോയി. അപ്പോൾ എന്റെ കൈ പിടിച്ച് എന്നെ ഇഷ്ടമാണെന്നും കൂടെ നിൽക്കണമെന്നും വിളിക്കുമ്പോഴെല്ലാം ചെല്ലണമെന്നും ആഴ്ചയിലൊരിക്കൽ എവിടെയെങ്കിലും കാണണമെന്നും പറഞ്ഞു. ഇത്തരത്തിൽ മോശമായി എന്നോട് പെരുമാറി. ലോണിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അവൻ വിളിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാത്തത്. ഒരു കൗൺസിലർ എന്ന നിലയിൽ ആവശ്യങ്ങൾക്ക് പോയാൽ ഇങ്ങനെയാണ്. ഭർത്താവില്ല എന്നു കരുതി ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എനിക്കങ്ങനെ വൃത്തികെട്ട് ജീവിക്കേണ്ട. അവൻ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ പോകുന്നു എന്നിങ്ങനെ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് വീട്ടമ്മ ജോസ് ഫ്രാങ്ക്ലിനെതിരെ ഉന്നയിക്കുന്നത്. ജോസ് ഫ്രാങ്ക്ലിൻ പലരെയും സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വട്ടിപ്പലിശയ്ക്ക് പണം നൽകി വീടും വസ്തുക്കളും എഴുതി വാങ്ങുക, തൊഴിൽ വാഗ്ദാനം നൽകി പണം തട്ടിച്ചെടുക്കുക തുടങ്ങിയ പരാതികളും ഇയാൾക്കെതിരെ നിലവിലുണ്ട്. ഇതിനിടെ വീട്ടമ്മയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സമീപവാസികളിൽ നിന്ന് മൊഴിയെടുത്തു. കേസിൽ ജോസ് ഫ്രാങ്ക്ലിന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ പരാതികളുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ട്. വീട്ടമ്മയുടെ കുടുംബത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഫ്രാങ്ക്ലിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റവും ലൈംഗികാതിക്രമ കുറ്റവും ചുമത്തിയിരുന്നു. ഒളിവിൽ പോയ ഫ്രാങ്ക്ലിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. പിന്നാലെ ജോസ് ഫ്രാങ്ക്ലിനെ അനുകൂലിച്ച് വിവിധ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു.